ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ന്യൂഹ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരെയും വിശേഷങ്ങൾ? സുഖമല്ലേ? നമുക്കിവിടെ സുഖമാണ്. അപ്പോൾ എന്നും ഇല്ല പോലെ തന്നെ എന്നും ഞാൻ വന്നിരിക്കുന്ന ഒരു കൊച്ചു വീഡിയോ ആയിട്ട്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ ഇഷ്ടപ്പെട്ടവർ ലൈക്കും തന്നതുകൊണ്ടു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത് കാബേജ് ഇല്ലാതെ എങ്ങനെ കാബേജ് തോരൻ വെക്കുക എന്നാട്ടോ. അപ്പം അതിന് വേണ്ടി ഞാനൊരു കപ്പക്ക, പിന്നെ പപ്പായ എന്നൊക്കെ പറയില്ലേ, അതാ അങ്ങനെ ഞാനൊരു പപ്പായ കൊടുന്നിക്കണേ. അതിനെ ഞാൻ നല്ലോണം ഒന്ന് കഴുകി, പുറം ഭാഗം ഒന്ന് കഴുകി. അപ്പം ഇത് ഇപ്പം അങ്ങനെ പിന്നെ ഇതൊന്നും വെച്ചങ്ങാണ്ട് ആരും കറിയൊന്നും വെക്കാത്തതുകൊണ്ടേ ഇത് അതിന്മേൽ നിന്നുങ്ങാണ്ട് കുറച്ചൊന്ന് മഞ്ഞ കളറായി വന്നിക്കണം കേട്ടോ. എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ അതിനെ നടുകൊന്ന് മുറിച്ച് കൊടുക്കുന്നുണ്ട്. പൊളിച്ചല്ല കേട്ടോ, മുറിച്ചാണ്. അങ്ങനെ നിശ്ചല്ലോലൊക്കെ ഉണ്ടാവും ഇതെങ്ങനെ എങ്ങനെ കറി വെക്കുക എന്ന് അറിയണോലൊക്കെ ഉണ്ടാവും. അറിയണോൽക്ക് വേണ്ടിയല്ല, അറിയാത്തവർക്ക് വേണ്ടിയാ കേട്ടോ. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ ഞാനിതിൻ്റെ ഈ ഉൾഭാഗം, ഈ കുരുള്ള ഭാഗം നമ്മൾ സാധാ തോരനൊക്കെ വെക്കുമ്പോൾ അരിനെ അതേപോലെ ഉൾഭാഗം നല്ലോണം തുരന്നെടുത്തുങ്ങാണ്ടാണ് അതിൻ്റെ ഉള്ളിലത്തെ കുരുവൊക്കെ കളഞ്ഞു കേട്ടോ. രണ്ടെണ്ണത്തിൻ്റെയും കളഞ്ഞു. എന്നിട്ട് ഞാനൊന്നും കൂടി നല്ലോണം കഴുകി കേട്ടോ. അങ്ങനെ കഴുകിയിട്ട് നമുക്ക് സാധാ തേങ്ങ ചിരകൂലേ അതേപോലെ ഇതിനെ ഒന്ന് ചിരകിയെടുക്കാം കേട്ടോ. ചിരകമ്മ വെച്ചങ്ങാണ്ട് അങ്ങനെ നമുക്കിത് ഞാനിത് ചിരകിയപ്പോൾ കരുതി ഒരുപാടുണ്ടാവുന്നു. പക്ഷേ വെച്ചപ്പോൾ അതിന് മാത്രമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതാ ഓരോന്നും ഇങ്ങനെ മുറിച്ചത് ഓരോന്നും എടുത്തുങ്ങാണ്ട് ഇങ്ങനെ ചിരകി ഇനി കണ്ടോളിയിട്ട് ഇതിൻ്റെ വലിപ്പം എന്തൊക്കെ നമ്മളിങ്ങനെ ചിരകി എടുത്തു കഴിഞ്ഞാൽ കുഞ്ഞേതാക്കി നമ്മൾ കാബേജ് അരിഞ്ഞിട്ടുണ്ട് ഇല്ലേ അതേപോലെയാണ് കേട്ടോ. നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. നല്ല ചെറിയതായി കിട്ടിയിട്ടുണ്ട്. നമുക്കിത് ഫുള്ളും അങ്ങനെ ഒന്ന് അരിഞ്ഞെടുക്കാം. അരിഞ്ഞല്ല, ചിരവി എടുക്കുക. അപ്പം അത് ഫുള്ളും ആയിട്ടോ. ഇനി നമുക്കിതേക്ക് കാബേജിക്ക് നമ്മൾ ഇടുന്ന പോലെ തന്നെ ചെറിയ ഉള്ളി, ഒരു 2-3 ചെറിയ ഉള്ളി, പച്ചമുളക്, ഒരു ചെറിയ ക്യാരറ്റ്, അങ്ങനെ നമ്മൾ കാബേജിക്ക് കൂട്ടുന്ന എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ഇതിക്കും കൂട്ടിക്കൊടുക്കാം. അപ്പോൾ അതാ ഇത്ര സാധനമാണ് ഞാൻ അതിലേക്ക് എടുക്കുന്നത്. ഇനി നമുക്കതൊന്ന് അതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ. ചെറുതായി നമ്മൾ വട്ടത്തിൽ അരിയണ പോലെ അരിഞ്ഞങ്ങാണ്ട് പച്ചമുളകും ഉള്ളിയൊക്കെ ഞാൻ അങ്ങനെ തന്നെ ഉണ്ടോ അരിഞ്ഞിരിക്കണത്. അപ്പോൾ അത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാബേജിൻ്റെ അതേ ഒരു ടേസ്റ്റും ഒക്കെ ആയി വരും. നല്ല സൂപ്പറാണ് കേട്ടോ. പിന്നെ കപ്പക്ക കൊണ്ടൊന്നും ഇപ്പോൾ ആരും കറിയും വെക്കൂല, തോരൻ വെക്കൂല, ഒന്നും വെക്കൂല. ഇപ്പം നമ്മളതിങ്ങനെ മരത്തുമ്മ നിൽക്കും. അത് പഴുത്താൽ ചിലപ്പോൾ ചെത്തി തിന്നും, അതല്ലെങ്കിൽ ജ്യൂസ് അടിക്കും. പക്ഷെ ഇങ്ങനെയുള്ളതൊന്നും ആരും ഉണ്ടാക്കൂല കേട്ടോ. കുറച്ച് മുമ്പൊക്കെ ഇല്ലോൽക്കൊക്കെ അറിയാം, ഓലൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിരുന്നു. അപ്പം അങ്ങനെ ഞാൻ അതിക്കെല്ലാം അരിഞ്ഞിട്ടു. ഇനി നമുക്ക് അതിക്ക് കുറച്ച് ഉപ്പും കുറച്ച് തേങ്ങ ചിരകി വെച്ചിക്കണം കേട്ടോ. അതും കൂടിയും കൂട്ടിയാണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഒന്ന് കുഴച്ച് നമ്മളിങ്ങനെ തന്നെയല്ലേ കാബേജും വെക്കുക, അതേപോലെ തന്നെ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഒന്ന് കുട്ടികൾക്കൊക്കെ കൊടുത്തു നോക്കുക. കുട്ടികളൊന്നും കൊടുത്താൽ അങ്ങനത്തെ ഒക്കെ തിന്നുമോയെന്നും അറിയൂല. കാരണം ഇങ്ങനത്തെ ഒന്നും ആരും ഉണ്ടാക്കാത്തതുകൊണ്ടേ അറിയൂല. അപ്പം അങ്ങനെ ഞാനത് അടുപ്പത്ത് വെക്കാൻ വേണ്ടി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ 2 കരിവേപ്പിലയും, പിന്നെ ഒരു 2
വറ്റൽ മുളകും കൂടി ഇട്ടുങ്ങാണ്ട് മൂപ്പിച്ചിട്ട് നമുക്ക് അതിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം കേട്ടോ. വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. അത് നമുക്കിങ്ങനെ ഇട്ട് ആവിക്ക് തന്നെ വേവിച്ചെടുക്കാം. തീ നല്ലോണം കത്തിച്ചണ്ടാന്ന് വെച്ചാൽ മതി. ആവിക്ക് കിടന്ന് വെന്തോളും. ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊന്ന് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ എല്ലാം ഇളക്കി കൂട്ടി വെച്ച് ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചാം കേട്ടോ. അങ്ങനെ അവിടെ കിടന്ന് വേവട്ടെ. അടിപൊളിയാട്ടോ. തോരനൊക്കെ കുട്ടികൾക്കും സ്കൂളിലൊക്കെ കൊടുത്ത് വിടാം. അതിനൊക്കെ പറ്റുന്ന ഒരു തോരൻ തന്നെയാണ്. നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഇളക്കിയിട്ട് നോക്കാം. ഒന്നും കൂടി ഇളക്കിയിട്ട് നോക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. കാരണം അടി പിടിച്ചാതിരിക്കാൻ വേണ്ടിയാണ് ഇന്ന് ഇളക്കിയിട്ട് വേവിക്കുന്നതാണ് നല്ലത്. ക്യാബേജ് നമ്മൾ എന്തൊക്കെ ചെയ്യും അതൊക്കെ അതും ചെയ്യാം. അങ്ങനെ വേവിച്ച് എടുത്ത് കൂട്ടിക്കഴിഞ്ഞാൽ ക്യാബേജ് ഉപ്പേരി തന്നെ തോന്നുള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണ്. കുഞ്ഞു വീഡിയോ ആണ്. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണ്. ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുകൊണ്ടു. പിന്നെ ഞാൻ വീണ്ടും പറയാണ്, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. പിന്നെ ആ ബെല്ലൈക്കണം കൂടി ഒന്ന് നോക്കിക്കളോണ്ട്. എന്നാൽ നമുക്ക് ഞാൻ എപ്പോഴാണ് ഇടണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ അപ്പക്കപ്പോൾ നിങ്ങളെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായി വരും. അപ്പം നിങ്ങൾക്ക് വീഡിയോ മുഴുവനായിട്ട് കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇതുപോലത്തെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.